കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞ കേന്ദ്ര ബജറ്റ് 24,000 കോടിയുടെ പാക്കേജ് കേന്ദ്രം പരിഗണിച്ചില്ല. കേരളത്തിന് ഒന്നും തന്നെ ഇല്ലാത്തൊരു ബജറ്റാണ് ഇന്നലെ കടന്നുപോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ഷീജ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ഷീജ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് പോലും അറിയാതെ പോയൊരു ബജറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അത് കണ്ടില്ല. കേരളത്തിൻ്റെ ഒരുപാട് കാലത്തെ ആവശ്യമാണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസ് കണ്ടില്ല. എന്തിന് ഒരു പ്രയോജനവും കേരളത്തിനില്ലാത്ത, കേരളം എന്നൊരു സംസ്ഥാനം ഇവിടെ ഇന്ത്യയിൽ ഇല്ല എന്ന് പോലും അങ്ങനത്തെ ഒരു ബജറ്റാണ് കടന്നുപോയത്. ഈ TDPക്കും JDUവിനും ഒക്കെ വാരിക്കോരി നൽകിക്കൊണ്ട് ബീഹാറിനും ആന്ധ്രയൊക്കെ ഭയങ്കരമായി പരിഗണിച്ച് കടന്നുപോയൊരു ബജറ്റ്. അപ്പോൾ ആ ബജറ്റിനെ പറ്റി വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ് പറയാം? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് കേരളമുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ബജറ്റ് തന്നെയായിരുന്നു ഇന്നലെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം കേരളം എന്നൊരു വാക്കുപോലും അവരുടെ ആ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് മുന്നിൽ. അതിപ്പോഴല്ല, നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകിയിട്ടുള്ള പരിഗണന. ആ പരിഗണനയിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ്. പക്ഷേ സംസ്ഥാനം 24,000 കോടി രൂപ മുന്നിൽ വെച്ചത്, കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത്, അത് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള തുകകൾ, കേന്ദ്രം നിഷേധിച്ച തുകകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അത് തരണം ചെയ്യണമെങ്കിൽ ഈ 24,000 കോടി രൂപ ആവശ്യമാണ്, അതിൻ്റെ പാക്കേജ് ആവശ്യമാണ് എന്നുള്ളതാണ് സംസ്ഥാനം പറഞ്ഞത്. പക്ഷേ ഒരു സംസ്ഥാനത്തെ രക്ഷപ്പെടാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളൊരു സമീപനമാണ് കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. നേരത്തെ തന്നെ അത്തരത്തിൽ ഗ്രാന്റുകളും വായ്പ എടുക്കാനുള്ള അനുമതി, അതോടൊപ്പം തന്നെ കടപരിധി, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നമുക്കറിയാം. ഇതിൽ കേന്ദ്രത്തിൽ പോയി ദില്ലിയിൽ മുഖ്യമന്ത്രി അടക്കം സമരം ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ അതേ സമീപനം കേന്ദ്രം തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുതന്നെയാണ് ബജറ്റിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ 24,000 കോടിയുടെ പാക്കേജ് മാറ്റിവെക്കുകയാണെങ്കിൽ ഓരോ മേഖലയ്ക്ക് ആ രീതിയിലെങ്കിലും സഹായം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും അസ്തമിച്ചു. കാരണം ഒരു മേഖലയ്ക്കും ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയിട്ടില്ല. പ്രത്യേകിച്ചും പല മേഖലകളിലും വകയിരുത്തിയിട്ടുള്ള തുക അത് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം ഈ ഒരു ബജറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ തോതിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തെ വലിയ തോതിൽ സാമ്പത്തികപരമായി ഞെരുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള തനത് വരുമാന മാർഗങ്ങളിലൂടെ അത്തരത്തിൽ വരുമാനം കണ്ടെത്തിയാണ് സംസ്ഥാനം ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഫണ്ട്, അതിൽ നിന്ന് എടുക്കുന്ന തുക അത് പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തുന്നു. അത് വലിയ തോതിൽ തിരിച്ചടിയാകുന്നു. അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്തൊക്കെ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതൊക്കെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ തുടരും. ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തായിട്ട് വിഴിഞ്ഞം പദ്ധതി സംസ്ഥാനത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് രാജ്യത്തിന് ആകെ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം, തുക നീക്കിയിരിപ്പ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും സംസ്ഥാനത്തിന് വലുതായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതും അസ്തമിച്ചു. വിഴിഞ്ഞത്തിനും ഒരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായില്ല. അതിന് സമാനമായ രീതിയിലാണ് കേരളം ഏറെ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ്. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് എയിംസ് ഇല്ലാത്തൊരു സംസ്ഥാനമുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് കേരളത്തോടുള്ള അവഗണന. അത് ഒരു തരത്തിലും കുറയ്ക്കില്ല. അതേ രീതിയിൽ തന്നെ ഞങ്ങൾ കേരളത്തെ കണ്ട് മുന്നോട്ട് പോകും. കേരളത്തെ ഒരു തരത്തിലും പരിഗണിക്കാതെ മുന്നോട്ട് പോകും. ഏതൊക്കെ തരത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേന്ദ്ര ബജറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. അഞ്ജന, തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ മുഴുവനായി ഞെരുക്കിക്കൊണ്ട് എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കേരളം മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബജറ്റ്, ആ ബജറ്റിൻ്റെ അവതരണമാണ് ഇന്നലെ നമ്മൾ 11 മണിക്ക് കണ്ടത്. എന്തായാലും എയിംസ് ഒക്കെ കേരളത്തിൻ്റെ
കുറേ കാലമായിട്ടുള്ള സ്വപ്നമാണ്, കേരളത്തിൻ്റെ അവകാശമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കാം. കാരണം അത്രയ്ക്ക് നാളായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് എയിംസ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യരംഗമാണ്. അപ്പോൾ കേരളത്തിന് എന്തുകൊണ്ട് ഒരു എയിംസ് നൽകിക്കൂടെ? എയിംസിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കലും അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. അപ്പോൾ ഈ CPM-ന്റെ പ്രതിഷേധത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. CPM-ന്റെ പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ ഒരു കേന്ദ്ര ബജറ്റിൽ എന്തായാലും സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു ബജറ്റ്, ആ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മുഴുവനായി അവഗണിച്ചൊരു ബജറ്റ്, ആ ബജറ്റിൽ CPIM എന്തായാലും പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഷിജ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വളരെ വേഗത്തിൽ എങ്ങനെയാണ് CPM-ന്റെ ഒരു പ്രതിഷേധം ഏത് രീതിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ അതിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും അഞ്ജന, കേന്ദ്ര ബജറ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ യുവജന സംഘടനകളായ DYFI-യും AYF-ഉം ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ CPIM-ന്റെ പ്രതിഷേധ പരിപാടികൾ ഇന്നും നാളെയുമായി സംസ്ഥാന വ്യാപകമായി ലോക്കൽ കേന്ദ്രങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രതിഷേധം രാജ്യവ്യാപകമായി, അതായത് ദില്ലിയിലേക്കടക്കം കടക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആണ് ആലോചിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇതിനകം തന്നെ സംസ്ഥാനം കടന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഇതിൻ്റെ പ്രതിഷേധങ്ങൾ ഇന്നും നാളെയുമായി CPIM സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.